ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ കേടെക് കാറ്റഗറി 3 ഓൺലൈൻ പരിശീലന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ടോപ്പിക് ഇന്റലിജൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-3 ക്ലാസ്സുകൾ നമ്മൾ ഇതിനു മുൻപ് കഴിഞ്ഞതാണ്. അടുത്ത ഒരു ഇന്റലിജൻസ് തിയറിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ തിയറീസ് ഓഫ് ഇന്റലിജൻസ് എന്നുള്ള ഒരു മേഖലയാണ് നമ്മളോട് ചോദിച്ചു കാണുന്നത്. ഇത് ഏത് ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയേണ്ടത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ള ഒരു മേഖലയാണ്. വ്യക്തി വ്യത്യാസങ്ങൾ, ഇൻഡിവിജ്വൽ ഡിഫറൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മേഖലയാണ് ഏതെന്ന് പറയുന്നത് തിയറീസ് ഓഫ് ഇന്റലിജൻസ് എന്നുള്ള കാര്യം. എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ വരുന്ന ഒരു മേഖലയാണ് ഈ തിയറീസ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്? ഒരു വ്യക്തി വ്യത്യാസത്തിന് പ്രധാനമായും കാരണമാകുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകമാണ് ഏതെന്ന് പറയുന്നത് ഇന്റലിജൻസ്. അതുകൂടാതെ ക്രിയേറ്റിവിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇന്റലിജൻസ്. അപ്പോൾ ആ ഇന്റലിജൻസിന്റെ തിയറീസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും തിയറീസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഒക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞത്. അതിൽ 3 തിയറീസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. 2 ഫാക്ടർ തിയറി ഒന്നാമത്, ഗ്രൂപ്പ് ഫാക്ടർ തിയറി രണ്ടാമത്, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ അഥവാ SOI എന്ന് പറയുന്നത് മൂന്നാമത്തെ. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് എന്ത്? തിയറീസ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. എന്താണ് നാലാമതായിട്ട് നമ്മൾ നോക്കുന്നത്? തിയറീസ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്, പ്രൊപ്പൗണ്ടർ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ ഹൊവാർഡ് ഗാർഡ്നർ എന്നുള്ളതാണ്. അതായത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയുടെ പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഹൊവാർഡ് ഗാർഡ്നർ, ഡോക്ടർ ഹൊവാർഡ് ഗാർഡ്നർ. 1983 അദ്ദേഹം ഒരു പുസ്തകം ഇറക്കിയത്, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ള ഒരു പുസ്തകം, അല്ലെ? 1983 ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ളത്. ഇതിനെ റീഫ്രെയിം ചെയ്തിട്ടും മറ്റൊരു പുസ്തകം അദ്ദേഹം ഇറക്കി. ഇതിൽ തന്നെ വരുന്ന കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് റീഫ്രെയിം ചെയ്തുകൊണ്ട് 1999 അദ്ദേഹം ഒരു പുസ്തകം ഇറക്കി, റീഫ്രെയിംഡ് ഓഫ് മൈൻഡ് എന്നുള്ളത്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ പേര്. 1999 1983 ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ള പുസ്തകം ഹൊവാർഡ് ഗാർഡ്നർ ഇറക്കിയത്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച്. ആ ഒരു അദ്ദേഹത്തിന്റെ തിയറിക്ക് പറയുന്ന പേരാണെന്ത്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്നുള്ളത് ആ പേര് ഓർത്തു വെക്കുക. മൾട്ടി ഫാക്ടർ ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത് ഹൊവാർഡ് ഗാർഡ്നറുടേതാണ്. ഓക്കെ, എന്താണ് ഈ ഹൊവാർഡ് ഗാർഡ്നറുടേത്? മൾട്ടിപ്പിൾ തിയറി സിദ്ധാന്തം പ്രകാരം ബേസ് ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്താണ്? ദ കപ്പാസിറ്റി ടു സോൾവ് പ്രോബ്ലംസ് ദാറ്റ് ആർ വാല്യൂഡ് ഇൻ വൺ ഓർ മോർ കൾച്ചറൽ സെറ്റിംഗ്സ്. ഒന്നോ അതിൽ കൂടുതലോ കൾച്ചറൽ സെറ്റിംഗ്സിൽ വാല്യൂ ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു കപ്പാസിറ്റി. എന്തിനുള്ള കപ്പാസിറ്റി? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അതിനെയാണ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ കപ്പാസിറ്റി ടു ഫാഷൻ പ്രൊഡക്ട്സ് ദാറ്റ് ആർ വാല്യൂഡ് ഇൻ വൺ ഓർ മോർ കൾച്ചറൽ സെറ്റിംഗ്സ്. ഒരു പ്രൊഡക്റ്റ്, ഒരു ഫാഷനബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കഴിവിനെയാണ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യണം? നമ്മുടെ സമൂഹത്തിലോ ഒന്നോ രണ്ടോ കൂടുതൽ കൾച്ചറൽ സെറ്റിംഗ്സിൽ അത് വാല്യൂബിൾ ആവണം, അല്ലെങ്കിൽ അത് ഉപയോഗപ്രദമാവണം, അത് ആക്സസിബിൾ ആവണം. അത്തരത്തിലുള്ള ഒരു കപ്പാസിറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സോൾവിങ് എബിലിറ്റിയാണ് എന്ന് പറയുന്നത് പിന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സോൾവിങ് എബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറെ ഘടകങ്ങൾ ഉൾപ്പെടുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, അത്തരത്തിലുള്ള ഒരു സോൾവിങ് എബിലിറ്റി ഒരു വ്യക്തിക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു തിയറിയാണ് അതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത്. ഹൊവാർഡ് ഗാർഡ്നറുടെ ഡെഫിനിഷൻ ആയിട്ട് എടുത്ത് പറയുന്നത് എന്താണ്? ഇന്റലിജൻസ് ഈസ് എ ബയോസൈക്കോളജിക്കൽ പൊട്ടൻഷ്യൽ. ബയോളജിക്കലി ആവാം, സൈക്കോളജിക്കലി ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എബിലിറ്റീസ്. Intelligence is a biopsychological potential to process information that can be activated in a cultural setting to solve problems or create products that are of valued in a culture. Okay, ഇപ്പൊ പറഞ്ഞ സംഭവം തന്നെയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആയിട്ട് എടുത്ത് പറയുന്നത്? Intelligence is a biopsychological potential to process information that can be activated in a cultural setting to solve problems or create products that are of valued in a cultural setting. Okay, ഇദ്ദേഹം പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്ന രീതിയിലാണ് ഈ ഒരു തിയറീസിന്, ഈ ഒരു ഫാക്ടേഴ്സിന് അദ്ദേഹം എടുത്തു പറയുന്നത്. മെന്റൽ എബിലിറ്റീസ് 7 എണ്ണമായിട്ടാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈച്ച് ഇൻഡിവിജ്വൽ പോസസ് അറ്റ്ലീസ്റ്റ് 7 മെന്റൽ എബിലിറ്റീസ് എന്നുള്ളതാണ്. ഓരോ വ്യക്തികൾക്കും ഉള്ളത് എത്രത്തോളമാണ്? അറ്റ്ലീസ്റ്റ് 7 മെന്റൽ എബിലിറ്റീസ് എന്നുള്ളതാണ്. ആ 7 മെന്റൽ എബിലിറ്റീസിനെയും അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് സ്കൂളുകളിൽ വാല്യൂഡ് ആവുന്ന 2 കാറ്റഗറി. ഒന്ന് ആർട്സ് സംബന്ധമായിട്ടുള്ള 3 എണ്ണം, പേഴ്സണൽ ഇന്റലിജൻസ് ആയിട്ടുള്ള 2 എണ്ണം. ഇങ്ങനെ പ്രധാനമായിട്ടും വരുന്ന അറ്റ്ലീസ്റ്റ് എന്നുള്ളതാണ്. മാക്സിമം 11ഓളം പറയുന്നുണ്ട്. ആ 11ഓളം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? 9ലേക്ക് ചുരുങ്ങുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് അതിൽ അദ്ദേഹത്തിന്റെ
ഇതിൽ വരുന്നത്. ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. Okay, each individual possesses at least 7 mental abilities, intelligence or intelligence എന്നുള്ള 7 intelligence എന്നുള്ളതാണ്. at least 7 intelligence or at least 7 mental abilities എന്നുള്ളതാണ്. ആ 7 എന്നുള്ളതിൽ വാല്യൂഡ് ഇൻ സ്കൂൾ ഉപയോഗപ്രദമാവുന്നതും ആർട്സ് സംബന്ധമായിട്ടുള്ളതും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഇന്റലിജൻസും പേഴ്സണൽ ഇന്റലിജൻസുമായിട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 7 mental abilities അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കാനുള്ള ഒരു പ്രധാന ഘടകമാണ് ഫോംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ പറയുന്ന പ്രധാനപ്പെട്ട ഫോമുകൾ, രൂപങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഇന്റലിജൻസുകളാണ് അദ്ദേഹത്തിനുള്ളത്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫോംസ് അല്ലെ, രൂപങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം എടുത്തു പറയുന്ന ഒന്നാമത്തെ ഒരു ഫോം എന്ന് പറയുന്നത് വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക്കൽ ഇന്റലിജൻസ്. വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. രണ്ടാമത്തത് റിതമിക് ഓർ മ്യൂസിക്കൽ ഇന്റലിജൻസ്. റിതമിക് ഓർ മ്യൂസിക്കൽ ഇന്റലിജൻസ്. ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഏതാണ് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഫോർത്ത് വൺ വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ്. വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ്. Then fifth one body or kinesthetic intelligence. Body or kinesthetic intelligence. Sixth one interpersonal intelligence. Sixth one intrapersonal intelligence. Seventh one interpersonal intelligence. ഇങ്ങനെ 7 മെന്റൽ എബിലിറ്റീസ് ആണ് അദ്ദേഹം ആദ്യത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് 7 എന്ന് പറയുന്നത്? വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക്, റിതമിക് ഓർ മ്യൂസിക്കൽ, ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ, വിഷ്വൽ ഓർ സ്പേഷ്യൽ, ബോഡ്ലി ഓർ കൈനസ്റ്റിക്, ഇൻട്രാപേഴ്സണൽ ഓർ ഇന്റർപേഴ്സണൽ. ഇവ ഓരോന്നും എന്താണെന്നും അത് ജസ്റ്റ് ഒരു സെന്റൻസിലൂടെ നമുക്ക് ഇത് എന്താണെന്ന് നമുക്ക് എന്തായാലും അറിയാം. ആ ഒരു സെന്റൻസ് നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കണം. ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ആ സെന്റൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. അതിന്റെ സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കണം. അതുകൂടാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന കരിയർ മേഖല, ആ ഒരു സ്കില്ലുമായി ബന്ധപ്പെട്ടുള്ള കരിയർ മേഖല എന്താണെന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ആ കരിയർ മേഖല നിങ്ങൾ ഓർത്ത് വെക്കാൻ പറയാനുള്ള കാരണം ആവശ്യമൊന്നുമില്ല, എന്നിരുന്നാൽ കൂടിയും പ്രാക്ടിക്കൽ സെൻസിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ഗൈഡൻസോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നതുകൊണ്ടാണ് അതുകൂടി ഇതിലേക്ക് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള. പ്രാക്ടിക്കൽ സെൻസിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പക്ഷേ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ പോയിന്റ്സുകളും അതെന്താണെന്നുള്ളതാണ്, അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസുമാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്. ഫോംസ് ഓഫ് ഇന്റലിജൻസിൽ ഒന്നാമതായിട്ട് എടുത്ത് പറയുന്നതാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. എന്താണ് ലിംഗ്വിസ്റ്റിക്? എബിലിറ്റി ടു ലേൺ ആൻഡ് യൂസ് വേർഡ്സ് ആൻഡ് ലാംഗ്വേജസ്. എബിലിറ്റിയാണ്, എന്ത് എബിലിറ്റിയാണ്? ലേൺ ആൻഡ് യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് ലാംഗ്വേജസ്. ടു ലേൺ ആൻഡ് യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് ലാംഗ്വേജസ്. സ്കില്ല്, ഇതിൽ വരുന്ന സ്കിൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെ സ്കില്ലുകളാണ് ഉള്ളത് അറിയാം. ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, എക്സ്പ്ലെയിനിങ്, ടീച്ചിങ്, യൂസിങ് ഹ്യൂമർ, സെൻസ് എക്സെട്ര. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? സ്കിൽസിൽ വരുന്നതാണ്. കരിയർ ആയിട്ട് വരുന്നതാണ്. അത് പോയറ്റിക്കൽ ആയിട്ടുള്ളതാവാം, ജേർണലിസ്റ്റ് ആയി പോകാം, റൈറ്റർ ആയിട്ട് പോകാം, ടീച്ചർ ആയിട്ട് പോകാം, ലോയർ ആയിട്ട് പോകാം, പൊളിറ്റീഷ്യൻ ആയിട്ട് പോകാം, ട്രാൻസ്ലേറ്റർ ആയിട്ട് പോകാം. അപ്പോൾ എന്താണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എബിലിറ്റി ഉള്ള ഒരു വ്യക്തി കാണുന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്കില്ലുകളാണ്. അവരുടെ കരിയർ ചോയ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ചോയ്സുകളാണ്. എന്താണ് ഈ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്? ടു ലേൺ, എബിലിറ്റി ടു ലേൺ ആൻഡ് യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് ലാംഗ്വേജസ്. നല്ല വാക്ചാതുര്യത്തോടുകൂടി ഗ്രാമാറ്റിക്കലി സാഹിത്യപരമായിട്ടൊക്കെ സംസാരിക്കുകയും പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു ഏർപ്പാടാണ് ഇതെന്ന് പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള കരിയർ പാർട്ടുകൾ, ഈ പറഞ്ഞിട്ടുള്ള എബിലിറ്റീസ്, ഇതിനെയാണ് എന്തെന്ന് പറയുക? ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത് എടുത്ത് പറയുന്നതാണ് എന്ത്? മ്യൂസിക്കൽ ഇന്റലിജൻസ്. എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് അപ്രീഷിയേറ്റ് മ്യൂസിക്സ് എന്നുള്ളതാണ്. മ്യൂസിക് എബിലിറ്റി ആണെന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സിംഗിങ്, കോമ്പോസിങ് മ്യൂസിക്, മോഡുലേറ്റിംഗ് വോയിസസ്. എന്താണ് മ്യൂസീഷ്യൻ, സിംഗർ, കോമ്പോസർ. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, മ്യൂസിക്കൽ ഇന്റലിജൻസിൽ വരുന്നത്. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. എബിലിറ്റി ടു അനലൈസ് പ്രോബ്ലംസ് ലോജിക്കലി എന്നുള്ളതാണ് കേട്ടോ. അനലൈസ് പ്രോബ്ലംസ് ലോജിക്കലി, ക്യാരി ഔട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇഷ്യൂസ് സയന്റിഫിക്കലി. എന്താണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്? എബിലിറ്റി ടു അനലൈസ് പ്രോബ്ലംസ് ലോജിക്കലി, carry out mathematical operations and investigate issues systematically or scientifically. സിസ്റ്റം ബേസ്ഡ് അല്ലെങ്കിൽ സയന്റിഫിക്കൽ അല്ലെങ്കിൽ കൺട്രോൾഡ് ബേസ്ഡ് അല്ലേ? അതിനെയാണെന്ന് പറയുന്നത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എന്താണ്? എബിലിറ്റി ടു അനലൈസ് പ്രോബ്ലംസ് ലോജിക്കലി, ക്യാരി ഔട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇഷ്യൂസ് സയന്റിഫിക്കലി. എന്തൊക്കെ സ്കില്ലുകളാണ് ഇതിലുള്ളത്? പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഉണ്ടാവും, ക്ലാസിഫൈയിങ് ആൻഡ് കാറ്റഗറൈസിംഗ് ഇൻഫോർമേഷൻ ഉണ്ടാവും, ക്ലാസിഫൈയിങ് എബിലിറ്റി ഉണ്ട്, കാറ്റഗറൈസിംഗ് എബിലിറ്റി ഉണ്ട്. ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ തരംതിരിക്കുക, കാറ്റഗറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് ഭാഗമായിട്ട് തിരിക്കുക. ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒന്ന് മറ്റൊരു കാറ്റഗറിയിൽ പെടുന്ന ഒന്ന്. ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഗമാക്കി മാറ്റുക. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ലാസിഫൈയിങ് ആൻഡ് കാറ്റഗറൈസിംഗ് ഇൻഫോർമേഷൻ, ഡൂയിങ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്,
കൺട്രോൾഡ് എക്സ്പീരിയൻസ് ആണ് അത്തരത്തിലുള്ളവർ ഡൂയിങ് ചെയ്യുക. കൺട്രോൾഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ചിട്ടവട്ടത്തോടു കൂടി, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസോട് കൂടി, അല്ലെങ്കിൽ ഒരു റൂം സെറ്റപ്പോട് കൂടി, ആ റൂമിൽ ഒരു ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാവും, ഒരു ലാബ് ഉണ്ടാവും, ലാബ് ബേസിലൊക്കെ, അതിനെയാണെന്ന് പറയുന്നത് കൺട്രോൾഡ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡൂയിങ് കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ്, അതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, സയന്റിസ്റ്റ് ആവാം, എഞ്ചിനീയേഴ്സ് ആവാം, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് ആവാം, റിസർച്ചേഴ്സ് ആവാം, അക്കൗണ്ടന്റ്മാരാവാം, മാത്തമാറ്റീഷ്യൻസ് ആവാം. ഓക്കെ, അപ്പോൾ എന്താണ് മൂന്നാമത്തെ ഫോം ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയും. ദെൻ നാലാമത്തെ സ്പേഷ്യൽ ഇന്റലിജൻസ്, എബിലിറ്റി ടു പെർസീവ് വിഷൻ ആൻഡ് സ്പേഷ്യൽ ജഡ്ജ്മെന്റ്സ് എന്നുള്ളതാണ്. എന്താണ് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു പെർസീവ് വിഷൻ എന്നുള്ളതാണ്. ഒരു കുട്ടിക്ക് ഒരു കളിക്കോപ്പ് എന്താണ് കളിക്കോപ്പ് ആ കുട്ടിയുടെ മനനത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ എബിലിറ്റി ഉണ്ടെങ്കിൽ എന്താണ് അത് പെർസീവ്, ആ ഒരു പിക്ചർ കുട്ടിയുടെ മനസ്സിൽ ആദ്യം ജനിക്കുകയും ആ പിക്ചറിനനുസരിച്ച് ആ കുട്ടി ആ ഒരു രൂപം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ആ കുട്ടിക്കുള്ള പെർസീവ് ഇന്റലിജൻസ് ആണ്. അല്ലെങ്കിൽ ഒരു പ്രതലം, ഒരു പ്രദേശം നമുക്ക് ഒരു ഭാവനയിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവനയിൽ ഉദിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് പെർസീവറൻസ് ആണ്, പെർസീവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്, വിഷൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്, സ്പേഷ്യൽ എബിലിറ്റിയാണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ. എന്താണ് ഒരു ആന എന്ന് ഞാൻ പറയുമ്പോൾ ആ ആനയുടെ രൂപം നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ടെങ്കിൽ അതിനെന്താണ് സ്പേഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് പറയുന്നത്, ഒരു വിഷൻ ചെയ്യാനുള്ള ഒരു കഴിവ്. ഓക്കെ, സ്പേഷ്യൽ ഇന്റലിജൻസ്, എബിലിറ്റി ടു പെർസീവ് വിഷൻ ആൻഡ് സ്പേഷ്യൽ സ്കിൽസ്. പസിൽ ബിൽഡിംഗ് ഉണ്ടാക്കുക, സ്റ്റഡിങ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ്, ദെൻ ഗുഡ് സെൻസ് ഓഫ് ഡയറക്ഷൻസ്. ഓക്കെ, ഇതിനെന്തിനൊക്കെ പറ്റുമെങ്കിൽ നേവിഗേറ്റേഴ്സ് ആവാം, ഇൻവെന്റേഴ്സ് ആവാം, പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നവർ, ഇൻവെന്റേഴ്സ്, ആർക്കിടെക്ട്സ് ആവാം, ഇന്റീരിയർ ഡിസൈനേഴ്സ് ആവാം, മെക്കാനിക്സ് ആവാം, എഞ്ചിനീയേഴ്സ്. ഇവർക്കൊക്കെ ഭാവനകളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇമാജിനേറ്റീവ് എബിലിറ്റി ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇമാജിനേഷൻ ലെവല് ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അഞ്ചാമതാണ് ബോഡി കൈനസ്റ്റിക് ഇന്റലിജൻസ്, ദ എബിലിറ്റി ടു കൺട്രോൾ ബോഡി മൂവ്മെന്റ്സ് ആൻഡ് ഹാൻഡിൽ ഒബ്ജക്ട്സ് സ്കിൽഫുള്ളി. ഓക്കെ, എന്താണ് ഇതിൽ പറയുന്നത്, ബോഡി മൂവ്മെന്റ്സ് ആൻഡ് ഹാൻഡിൽ ഒബ്ജക്ട്സ് സ്കിൽഫുള്ളി. നമ്മൾ ബോഡി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റിയും മാത്രവുമല്ല ആ ബോഡി മൂവ്മെന്റ്സ് ഉപയോഗിക്കുമ്പോൾ സ്കിൽഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അത് പർപ്പസ്ഫുള്ളി ഉപയോഗിക്കാനും കൂടി കഴിയുന്ന ഒരു എബിലിറ്റിയാണെന്ന് പറയുന്നത് ബോഡി കൈനസ്റ്റിക് ഇന്റലിജൻസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വെറുതെ കൈയും കാലും കൊണ്ട് ഇളക്കിയാൽ പോരാ, അത് പർപ്പസ്ഫുള്ളി കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് ബോഡി ആൻഡ് കൈനസ്റ്റിക് ഇന്റലിജൻസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഡാൻസിങ്, സ്പോർട്സ്, ഹാൻഡ്സ് ഓർ എക്സ്പെരിമെന്റേഷൻ, then expressing emotion through the body. Okay, ഇതൊക്കെയാണ്. ഏതാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരുന്നത്, അത്ലറ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ഡാൻസേഴ്സ്, ആക്ടേഴ്സ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, ബോഡി കൈനസ്റ്റിക് ഇന്റലിജൻസിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റിയിൽ വരുന്നതാണ്. എന്താണ് ബോഡി കൈനസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്, എബിലിറ്റി ടു control bodily movements and handle objects skillfully. Then sixth one, intrapersonal intelligence, intrapersonal intelligence, the ability to understand oneself. നമുക്ക് നമ്മളെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി, ടു അപ്രീഷിയേറ്റ് വൺസ് ഫീലിങ്സ്, നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള, അതായത് ഫിയേഴ്സ്, മോട്ടിവേഷൻസ്, ഡ്രീംസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്സസ് ആൻഡ് ഗോൾസ്. ഇന്നർ സ്റ്റേറ്റ്സ്, നമ്മളെ ഇന്നർ സ്റ്റേറ്റ്സിനെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഇന്നർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലം, നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ബോധം, അതിനെയാണ് ഇന്നർ സ്റ്റേറ്റ്സ് എന്നുള്ളത് അർത്ഥമാക്കിയിട്ടുള്ളത്. അതിനെയാണ് എന്ന് പറയുന്നത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ഉള്ളിലേക്കാണ്. Recognizing their own strength and weaknesses, സ്കില്ലാണ്. അണ്ടർസ്റ്റാൻഡിങ് their role in relation to others, മറ്റുള്ളവരിൽ എങ്ങനെ പെരുമാറണം, മറ്റുള്ളവർക്ക് ഞാൻ ആരാണ്, മറ്റുള്ളവരോട് ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ. കരിയർ എന്തൊക്കെയാണ്, റിസർച്ചേഴ്സ്, ഫിലോസഫേഴ്സ്, റിലീജിയസ് വർക്കേഴ്സ്, ഇവരെല്ലാം ഏതിൽ പറ്റുന്നവരാണ്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് കഴിവുള്ളവർക്ക് ഈ മേഖലയിലൊക്കെ പോകാൻ പറ്റുന്നവരാണ്. Then seventh one, interpersonal intelligence, the ability to interact successfully with others എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഒരു സോഷ്യൽ എബിലിറ്റി ആണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. മറ്റു തിയറിസ്റ്റുകളൊക്കെ ഇതിനെ സോഷ്യൽ എബിലിറ്റി ആയിട്ടും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the ability to interact successfully with others എന്നുള്ളതാണ്. എന്തൊക്കെ കഴിവുകളാണ്, patient listening, ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി കേൾക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് others people's moods and feelings, മറ്റുള്ളവരുടെ മൂഡും ഫീലിങ്സും മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ കഴിയുന്നു. കൗൺസിലിംഗ് എബിലിറ്റി ഉണ്ടാവുന്നു. കോഓപ്പറേറ്റിംഗ് മെന്റാലിറ്റി ഉണ്ടാവുന്നു. ഓക്കെ, ഗൈഡൻസ് കൊടുക്കാനുള്ള കഴിവുകളൊക്കെ. ഓക്കെ, ഈ ഇതിലുള്ളവർക്ക് പോകാൻ പറ്റുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് കൗൺസിലർ, സെയിൽസ്മാൻ, പൊളിറ്റീഷ്യൻസ്, ബിസിനസ് പേഴ്സൺ, സോഷ്യൽ വർക്കർ, ഇങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഇതിൽ പറ്റുന്നതാണ് ഇന്റർപേഴ്സണൽ, മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് പ്രോപ്പർ ആണെന്നുള്ളതെങ്കിൽ
അത്തരത്തിലുള്ളവർക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ള ഫോംസ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, റിതമിക് ഓർ മ്യൂസിക്കൽ ഇന്റലിജൻസ്, ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ്, വോളി ഓർ കനസ്റ്റിക് ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഓർ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ വരുന്നത് 7 പ്രധാനപ്പെട്ട മിനിമം അറ്റ്ലീസ്റ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അത് കൂടാതെ തന്നെ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്നുള്ള ഒരു ഇന്റലിജൻസ് കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്? അത് എപ്പം ചേർത്തിട്ടുള്ളതാണ്? 1999 റീഫ്രെയിം ചെയ്തിട്ടുള്ള 8th added 8th in intelligence reframed in 1999. ഈ ഒരു പുസ്തകം 1999 അദ്ദേഹം ഇറക്കി. ആ ഇറക്കിയ സമയത്ത് അദ്ദേഹം ആഡ് ചെയ്തിട്ടുള്ള 8ാമത്തെ ഒരു ഫീച്ചർ ആണ് ഏതെന്ന് പറയുന്നത്, ഒരു ഫോം ആണ് ഏതെന്ന് പറയുന്നത് naturalistic intelligence, the ability to nurture and relate information to one's natural surroundings. നാച്ചുറലുമായി ബന്ധപ്പെട്ട് വരുന്ന അതിനെ recognize and categorize plants, animals and other objects in nature. അത് ഓരോ പ്ലാന്റ്സിനെയും ഒരു കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ പ്ലാന്റ്സിനെയും അത് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക, അത് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും, ഇന്ന കാറ്റഗറിയിലുള്ളതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ള ആ തരത്തിലുള്ള കഴിവിനെയാണ് പറയുന്നത് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഓക്കെ, അഗ്രികൾച്ചറലിസ്റ്റ് ആവാം, ബോട്ടണിസ്റ്റ് ആവാം, ഗാർഡനർ ആവാം, ആർക്കിയോളജിസ്റ്റ് ആവാം, ഇത്തരത്തിലുള്ളവർക്ക് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള 4 അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ എബിലിറ്റി ടു ലേൺ ആൻഡ് യൂസ് വേർഡ്സ് ആൻഡ് ലാംഗ്വേജസ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് appreciate music. Logical mathematical intelligence എന്ന് പറയുന്നത് the ability to analyze problems logically, carry out mathematical operations and investigate issues scientifically. Then fourth one, spatial intelligence എന്ന് പറയുന്നത് the ability to perceive vision and spatial judgments. Then fifth one, bodily kinesthetic intelligence എന്ന് പറയുന്നത് the ability to use parts of the body to solve problems or create something. Then sixth one, intrapersonal inner states എന്നുള്ളതാണ്. Interpersonal സോഷ്യൽ എബിലിറ്റി എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ട് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സറൗണ്ടിങ്സിനെ ഒബ്സർവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. ഇത് കൂടാതെ തന്നെ ആദ്യം ഉൾപ്പെടുത്തിയതിൽ തന്നെ മറ്റ് 2-3 കൂടി അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ നിലവിലുള്ള 8 ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്നത്. എന്നിരുന്നാൽ കൂടി അദ്ദേഹത്തിന്റെ തിയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന മറ്റു 3 ഫോംസ് എന്ന് പറയുന്നതാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസും, മോറൽ ഇന്റലിജൻസ് ആൻഡ് സ്പിരിച്വൽ ഇന്റലിജൻസ്. അത് മുൻപ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഇന്റലിജൻസ് ഫോമുകൾ തന്നെയായിരുന്നു. ഏതൊക്കെയാണെന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്, മോറൽ ഇന്റലിജൻസ് ആൻഡ് സ്പിരിച്വൽ ഇന്റലിജൻസ്. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? the ability to raise and reflect on philosophical questions about life, deal and moralities. okay, പിന്നെ ലൈഫിനെ കുറിച്ച്, നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നിട്ടുള്ളത്, എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നീ തരത്തിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് റൈസ് ചെയ്ത് വരുന്നു. നമ്മളെ ഒരു പർപ്പസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നു, അതിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള ഒരു എബിലിറ്റിയാണ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. മോറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മൊറാലിറ്റി തന്നെയാണ്. മോറൽസ് ആണ്, വാല്യൂസിനെ കുറിച്ചുള്ള കൂടുതലാണ്, അതിനെക്കുറിച്ചായ ഒരു എബിലിറ്റി ഉള്ളതാണ്. സ്പിരിച്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇന്റലിജൻസ് ഇംപ്ലൈസ് ദ എബിലിറ്റി ടു ഡീൽ വിത്ത് ദി സ്പിരിച്വൽ മാറ്റേഴ്സ് എന്നുള്ളതാണ്. ആത്മാക്കൾ, ഓക്കെ, അത്തരത്തിലുള്ള ഒരു കഴിവിനെയാണ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഇന്റലിജൻസ്. ആത്മാക്കളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സോളൊക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻസ് വരുന്നതിനാണ് സ്പിരിച്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതൊന്നും ഇപ്പം എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ചില സമയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ മറ്റേത് എന്തിൽ വരുന്നില്ല, മോറലും സ്പിരിച്വലും അതിൽ കൂടുതലായിട്ട് എടുത്ത് പറയുന്നില്ല. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിന്റെ ഫോംസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു 11ഓളം ഫോമുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും മിനിമം ഉണ്ടായിരിക്കേണ്ട 7 ഫോമുകളാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്ത്. അതുകൂടാതെ തന്നെ അഡീഷൻ ചെയ്തിട്ടുള്ള ഒരു 8ാമത്തെ ഫോമാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. അത് കൂടാതെയും ഉൾപ്പെട്ടിട്ടുള്ള 3 ഇന്റലിജൻസുകളാണ് എക്സിസ്റ്റൻഷ്യൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ ഇന്റലിജൻസ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ടൊന്ന് ഓടിച്ചു നോക്കാൻ പോകുന്നത്. ഒന്ന്, ഈ ഇൻഡിവിജ്വൽസ് ഷുഡ് ബി എൻകറേജ്ഡ് ടു യൂസ് ദെയർ പ്രിഫേർഡ് ഇന്റലിജൻസ് ഇൻ ലേണിംഗ് എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുക വഴി നമ്മളൊരു അധ്യാപകനാവാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ആ പഠനം എന്ത് ചെയ്യാൻ കഴിയും? ഇൻഡിവിജ്വൽസ് ഷുഡ് ബി എൻകറേജ്ഡ് ടു യൂസ് ദെയർ പ്രിഫേർഡ് ഇന്റലിജൻസ് ഇൻ ലേണിംഗ്. ആ കുട്ടികൾക്ക് അവരുടെ പ്രിഫേർഡ് ആയിട്ടുള്ള ഇതിനനുസരിച്ച് നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കും നമ്മുടെ കരിയർ ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എബിലിറ്റി ഏതാണെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിച്ചു മുന്നേറാനും നമ്മളെ കൊണ്ടാവും, അല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാനും കഴിയും. Each individual may have in high quantity some specific intelligence. Each individual may have
in high quantity some specific intelligence. ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇന്റലിജൻസിൽ ചിലർക്ക് എന്തുണ്ടാവും, നല്ല ഹൈ ആയിരിക്കും ഉണ്ടാവുക. And if he gets a favorable environment and adequate training, he will go high in that area of activity. ചില ഏരിയയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഹൈ ക്വാണ്ടിറ്റി ഓഫ് ഇന്റലിജൻസ് ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിനെ സംബന്ധിച്ച് തന്നെ നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഏരിയയിൽ നല്ലൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ആ വ്യക്തിയെ കൊണ്ട് കഴിയും എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. ഇതിലൂടെ അതൊക്കെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ്. നമ്മളിത് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിൽ ഇത് പറയാൻ കാരണം എന്താണ്, ഈ ഒരു കാര്യം ഇന്ന ഫീച്ചേഴ്സുകളാണ് അവർ ഓരോരുത്തരിലും ഓരോ കുട്ടികളിലും ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയിൽ ഇന്ന കഴിവ് മാത്തമാറ്റിക്കൽ എബിലിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് സ്പെഷ്യൽ എക്സ്പീരിയൻസ് സ്പെഷ്യൽ ട്രെയിനിങ്ങും സ്പെഷ്യൽ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ തന്നെ സയന്റിസ്റ്റ് ആക്കിയൊക്കെ വിടാൻ പോകുന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നല്ല ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ ഇതിന്റെ ഒരു പ്രത്യേക ഗുണം കൂടിയാണ്. ഇനി മറ്റൊരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ആയിട്ട് എടുത്ത് പറയുന്നതാണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എന്നുള്ളതാണ്. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഇൻ ഈച്ച് ആക്ടിവിറ്റി ഷുഡ് നോട്ട് ബി എക്സ്പെക്ട് ഫ്രം ഓൾ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളെ കാണുമ്പോൾ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എല്ലാ കുട്ടികളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. ഒന്നും തന്നെ ഇല്ലാത്ത ചില കുട്ടികളും ചിലപ്പോൾ ഉണ്ടാവും. എന്നാൽ ഏതെങ്കിലും ചില ഏരിയകൾ ഉണ്ടാവും, ഏതെങ്കിലും ചില 3-4 ഏരിയകളുള്ളവരും ഉണ്ടാവും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൂടി നമ്മൾ ഉണ്ടാവണം. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഇൻ ഈച്ച് ആക്ടിവിറ്റി ഷുഡ് നോട്ട് ബി എക്സ്പെക്ടഡ് ഫ്രം ഓൾ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. Assessment of learning should measure multiple forms of intelligence. പിന്നെ ഇതിലൂടെ തന്നെ ഈ മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് ഇന്റലിജൻസും എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് അസസ് ചെയ്യാൻ കഴിയും. ആ ഒരു ഫോമിൽ നമുക്ക് അവരുടെ ഇന്റലിജൻസിനെ അസസ് ചെയ്യും. ടീച്ചേഴ്സ് ഷുഡ് അറ്റൻഡ് ടു ഓൾ ഇന്റലിജൻസസ്. ഈ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത്ര പറഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അറ്റൻഡ് ചെയ്യേണ്ടി വരും. കരിക്കുലം ഷുഡ് ബി മെയ്ഡ് ഫ്ലെക്സിബിൾ. അതുകൊണ്ട് തന്നെ കരിക്കുലം ചേഞ്ചബിൾ ആയിരിക്കണം. ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഫോം ആവാൻ പാടില്ല നമ്മൾ എഡ്യൂക്കേഷണൽ ഒരു ഫോർമാറ്റ്, നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചു കാണുന്ന കുറച്ച് ചോദ്യങ്ങൾ കൂടി നമ്മൾ ഒന്ന് നോട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും ഓർമ്മയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. വിച്ച് തിയറി ഓഫ് ഇന്റലിജൻസ് ഈസ് ആക്സെപ്റ്റഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ തോണ്ടൈക്ക്? നിങ്ങൾക്കറിയാവോ ഏത് തിയറിയാണ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്? തോണ്ടൈക്കിന്റെ ഏത് തിയറി? തോണ്ടൈക്കിന്റെ തിയറി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ഫാക്ടറി ആണോ, ബൈ ഫാക്ടർ ആണോ, മൾട്ടി ഫാക്ടർ ആണോ, 3 ഡയമെൻഷനിൽ ആണോ? സിമ്പിൾ ഫാക്ടർ, ബൈ ഫാക്ടർ ഓർ 2 ഫാക്ടർ, മൾട്ടി ഫാക്ടർ, 3 ഡയമെൻഷണൽ. ഏതാണ്? മൾട്ടി ഫാക്ടർ തിയറിയാണ് തോണ്ടൈക്കിൻ്റെത്. മൾട്ടി ഫാക്ടർ തിയറിയാണ് തോണ്ടൈക്കിൻ്റെത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ് എന്ത്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അതാരുടേതാണ്? ഗാർഡ്നറുടേത്. ഇനി the most important school related factor influencing child's intelligence is. The most important school related factor influencing child's intelligence is curriculum, discipline, curriculum activities, all the above. The most important school related factor influencing children's intelligence, കുട്ടികളുടെ ബുദ്ധിശക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്കൂൾ തലത്തിലുള്ള പ്രധാനപ്പെട്ട ഫാക്ടറുകൾ. കരിക്കുലം ഡിസിപ്ലിൻ, കരിക്കുലം അഫക്റ്റ് ചെയ്യോ, ഡിസിപ്ലിൻ അഫക്റ്റ് ചെയ്യോ, കരിക്കുലം ആക്ടിവിറ്റീസ് അഫക്റ്റ് ചെയ്യല്ലോ, ഓൾ ദി അബോവ് ആണ് ആൻസർ. ദ ഫാക്ടർ വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻഫ്ലുവൻസിങ് ദ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഈസ്. ഏതാണ്? ദ ഫാക്ടർ വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസിങ് ദ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ്. ഫാമിലി എൻവയോൺമെന്റ് ആണോ, സ്കൂൾ എൻവയോൺമെന്റ് ആണോ, നെയ്ബർഹുഡ് ആണോ, കൾച്ചറൽ എൻവയോൺമെന്റ് ആണോ? ഏതാണ് ഏറ്റവും കൂടുതലായിട്ട്? ഫാമിലി എൻവയോൺമെന്റ് ആണ്. Then the Guilford's theory of intelligence is called as. Guilford's theory കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായി. 3 dimension ആണോ, കണ്ടന്റ് പ്രോസസ് പ്രൊഡക്റ്റ് തിയറി ആണോ, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ആണോ, ഇന്റലിജൻസ് ആണോ, ഓൾ ദി എബോവ് ആണ്. 3 dimensional, കണ്ടന്റ് പ്രോസസ് പ്രൊഡക്റ്റ് തിയറി, സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ്. ഇത് മൂന്നും ആരുടെ തിയറി ആയിട്ട് അറിയപ്പെടുന്നുണ്ട്? ഗിൽഫോർഡ്സിന്റെ തിയറി ആയിട്ട് അറിയപ്പെടുന്നത്. 3 dimensional തിയറി എന്ന് പറയുന്നതും കണ്ടന്റ് പ്രോസസ് പ്രൊഡക്റ്റ് തിയറി എന്ന് പറയുന്നത്, സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നതും ആരുടെ തന്നെയാണ്? ഗിൽഫോർഡിന്റെ തന്നെയാണ്. ഒന്നും ഒരേ പേരുകൾ തന്നെയാണ്, വ്യത്യസ്ത പേരുകളാണെങ്കിലും ഒന്ന് തന്നെയാണ് തിയറി കേട്ടോ. Generally the children are classified on the basis of educational achievement. Generally the children are classified on the basis of educational achievement, showing individual differences. The main reason of these differences is intellectual abilities, previous experience and motivation, interest and guidance, emotional problems and laziness, all the above. Generally the children are classified on the basis of
educational achievement showing individual differences. ഏതൊക്കെയാണ്? All the above. The next question, the advantage of studying of the individual differences is. The advantage of studying of individual differences to avoid class conflicts among the students, to generate feelings of competition among students, to develop comparative resistance among children, to satisfy individual differences among children. The advantage of studying of individual difference. Advantage of studying of individual difference. Individual difference പഠിക്കുന്നതിന്റെ advantage. To avoid class conflicts അതാണോ? To generate feelings of competition among students അതാണോ? To develop comparative resistance among children. To satisfy individual differences among the children. ഏതാണ് ആൻസർ? To satisfy individual differences among the children. To satisfy individual differences among the children. On the basis of the individual differences, the help extended to the students is. On the basis of individual differences, the help extended to the students is in the area of guidance and counseling, no, in the area of discipline, in the area of curriculum, co-curriculum activities, in all the above. ഏതാണ്? On the basis of the individual differences, the help extended to the students. Individual differences എന്തിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുന്നത്? അത് ഇൻ ദി ഏരിയ ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, അഡീഷണൽ ഗൈഡൻസ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അറിയുമ്പോൾ ആ കുട്ടികൾക്ക് അഡീഷണൽ ഗൈഡൻസ്, അഡീഷണൽ കൗൺസിലിംഗ്, അതാണ്. മെന്റൽ ഡിഫറൻസസ് ആർ റിലേറ്റഡ് ടു ദി ഇൻസ്റ്റിങ്സ്, ദ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ദ ലേണിംഗ് ഡിഫറൻസസ്, ടീച്ചിങ് ലേണിംഗ്. ഏതാണ്? മെന്റൽ ഡിഫറൻസസ് ആർ റിലേറ്റഡ് ടു ടീച്ചിങ് ലേണിംഗ് എന്നുള്ളതാണ്. ഏതാണ്? ടീച്ചിങ് ലേണിംഗ്. The study of individual differences caused drastic changes എന്നുള്ളതാണ്. Drastic എന്ന് പറഞ്ഞാൽ തീവ്രമായ. Hallucination, prejudices, deviations. The study of individual differences caused drastic changes. ഏതാണ്? Drastic changes. The advantage one can get from the study of individual differences is that. The advantage one can get from the study of individual difference. എന്താണ്? The teachers have specified works, the changes occur in teaching methods, innovative techniques developed in curricular development. The teachers have specified works, the changes occur in teaching methods, innovative techniques developed in curricular development. All the above എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. The next question, the significance of individual differences from the study points of view is. Significance of individual differences from the study point of view. Study point of view ന്റെ significance എന്താണ്? Individual difference ന്റെ. The classification of students in ability groups ന്റെ ചെയ്യാൻ പറ്റുന്നതാണോ? The individualized teaching of the students. The homework according to individual interests. The homework according to individual differences. All the above. The individual differences are related with physical defects, mental deficiencies, mental qualities. എല്ലാം എന്താണ്? അതിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഫിസിക്കൽ ഡിഫക്ട്സും മെന്റൽ ഡെഫിഷ്യൻസീസും മെന്റൽ ക്വാളിറ്റീസും ഒക്കെ ഡിഫറൻസിൽ വരുന്നതാണ്. If a teacher teaches according to individual differences, it results into he must confine to a specific classroom throughout the day. He had more and more teaching loads on his shoulders. He must explore the potentialities of each and every student. He has good teaching methodology. എന്താണ്? ഒരു ടീച്ചർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പ്രകാരം ടീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്തിലേക്കാണ്? He has good teaching methodology. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ ടീച്ചർ അധ്യാപനം നടത്തുക, അല്ലേ? അപ്പോൾ he has good teaching methodology. ഓരോരുത്തർക്കും എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇത്രയുമാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ഡിഫറൻസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കണ്ടുമുട്ടാം. നിങ്ങൾക്ക്
എല്ലാവർക്കും ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ച് ഇൻഫോം ചെയ്യുക. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പ്രത്യേകം അറിയിക്കാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പബ്ലിക് എക്സാമിന് തൊട്ട് മുൻപേ തന്നെ നമുക്ക് ക്ലാസ്സുകൾ തീർക്കാവുന്നതാണ്. അതിനനുസരിച്ചുള്ള ഒരു പ്ലാനിങ് തന്നെയാണ് നമ്മൾ കാറ്റഗറി 3ക്കും വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. LPSA UPSA എക്സാം നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ക്ലാസ് തൽക്കാലം ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ നമ്മൾ കാറ്റഗറി 3യും കാറ്റഗറി 1 and 2 എന്നുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും കൂടുതലായിട്ട് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടായിട്ട് ചോദിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഇതിനോടകം ചേർക്കുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.